നമസ്കാരം. ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രധാന ഗുണങ്ങളിലൊന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നല്ലതുപോലെ സംസാരിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ കത്തിക്കയറി പ്രസംഗിക്കുന്ന നേതാക്കൾ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റും. അവിടെയാണ് ടി.വി.കെ അധ്യക്ഷൻ വിജയ് വ്യത്യസ്തനാകുന്നത്. പ്രചാരണ വേളയിൽ അദ്ദേഹം മറ്റ് നേതാക്കളെ പോലെ സംസാരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടി തമിഴക വെട്രിക്കഴകം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി ഫലം വന്ന് ഇത്രയും ദിവസം പിന്നിട്ടിട്ട് പോലും അദ്ദേഹം ഒന്നും പ്രതികരിച്ചിട്ടില്ല. എന്തിനേറെ ടി.വി.കെയുടെ ആദ്യ ഔദ്യോഗിക പ്രസ്താവന വന്നതുപോലും വിജയുടെ പിതാവ് എസ്. ചന്ദ്രശേഖറിൽ നിന്നാണ്, വിജയിൽ നിന്നല്ല. പ്രചാരണത്തിൻ്റെ അവസാന ആഴ്ചയിലെ റോഡ് ഷോകളിൽ വിജയ് ആകെ സംസാരിച്ചത് വെറും 35 മിനിറ്റ് മാത്രമാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. ഇതേ സ്ഥാനത്ത് എം.കെ. സ്റ്റാലിൻ ആകെ 5 മണിക്കൂറിലധികവും എ.ഐ.ഡി.എം.കെ നേതാവ് എടപ്പാടി പളനിസ്വാമി ആകെ 13 മണിക്കൂറിലധികവും സംസാരിച്ചിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ട് പറയുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കൾ നീണ്ട പ്രചാരണ പ്രസംഗങ്ങളാൽ അന്തരീക്ഷം നിറച്ചപ്പോൾ വിജയ് തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും ചുരുങ്ങിയതും കൃത്യവുമായ സന്ദേശങ്ങൾ മാത്രമാണ് നൽകിയത്. ബാക്കിയുള്ള കാര്യങ്ങൾ തൻ്റെ പാർട്ടി സംവിധാനങ്ങൾക്ക് അദ്ദേഹം വിട്ടുകൊടുക്കുകയായിരുന്നു. തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും വോട്ടർമാർ വിജയെ നേരിൽ കണ്ടിട്ടുകൂടിയില്ല. രാഷ്ട്രീയത്തിലെ കീഴ്വഴക്കമനുസരിച്ച് ഇത് വലിയൊരു പരാജയത്തിന് കാരണമാകുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഇതിന് വിപരീതമായി വിജയുടെ മൗനം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ ഭാഗമായി കൂടി മാറിയിരിക്കുകയാണ്. പ്രചാരണത്തിലുടനീളം വിജയ് സ്വീകരിച്ചത് വ്യത്യസ്തമായ സമീപനമായിരുന്നു. തൻ്റെ എതിരാളികളായ പ്രമുഖരെ പോലെ അദ്ദേഹം പ്രചാരണം നടത്തിയില്ലെന്ന് മാത്രമല്ല, ടി.വി.കെ സ്ഥാനാർത്ഥികളിൽ മിക്കവരെയും വ്യക്തിപരമായി പരിചയപ്പെടുത്തുക പോലും അദ്ദേഹം ചെയ്തിരുന്നില്ല. വിജയുടെ പ്രചാരണ രീതി വളരെ ലളിതമായിരുന്നു. നിങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഓർത്ത് അധികം തല പുകയ്ക്കേണ്ടതില്ല. എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ഞാൻ ഓരോ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്, എനിക്ക് വോട്ട് ചെയ്യുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പലരും എം.ജി.ആറുമായി വിജയെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ എം.ജി.ആറിൻ്റെ രാഷ്ട്രീയ യാത്ര വിജയുടേതുപോലെ പെട്ടെന്നുള്ള ഒരു ഉദയമായിരുന്നില്ല. എം.ജി.ആർ വർഷങ്ങളോളം ഡി.എം.കെ ട്രഷററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡി.എം.കെ നേതാവ് എം. കരുണാനിധിയുമായിട്ടുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1972 പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെയാണ് അദ്ദേഹം എ.ഐ.ഡി.എം.കെ രൂപീകരിച്ചത്. എന്നാൽ വിജയുടെ പാതയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലമോ അനുഭവ പരിചയമോ ഇല്ല. ടി.വി.കെയുടെ പ്രചാരണം വിജയുടെ പതിറ്റാണ്ടുകൾ നീണ്ട സിനിമാ താരപ്പകട്ടിനെ മാത്രം ആശ്രയിച്ചായിരുന്നു. ദളപതിയോടുള്ള കൂറ് പ്രകടിപ്പിച്ചുകൊണ്ട് അനുയായികൾ വലിയ തോതിൽ വോട്ട് രേഖപ്പെടുത്തി. നഗരമേഖലകളിലുള്ളവർ പ്രത്യേകിച്ച് ടി.വി.കെക്ക് വോട്ട് ചെയ്തതായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മിക്ക രാഷ്ട്രീയ പാർട്ടികളും വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ടി.വി.കെയുടെ പ്രകടന പത്രികയിലും ഉണ്ടായിരുന്നത്. തൊഴിലവസരങ്ങൾ, സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസം, കുടുംബവാഴ്ച അഴിമതി അവസാനിപ്പിക്കുക, മയക്കുമരുന്ന് മുക്തമായ സംസ്ഥാനം എന്നിവയായിരുന്നു അവ. ജനലക്ഷങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ടായിട്ടും മറ്റു നേതാക്കളെപ്പോലെ അദ്ദേഹം കടന്നാക്രമിച്ച് സംസാരിച്ചില്ല. നിശബ്ദനെന്ന് തന്നെ വിശേഷിപ്പിക്കാം. വളരെ അപൂർവമായി മാത്രം അദ്ദേഹം 5 മുതൽ 15 മിനിറ്റ് വരെ സംസാരിച്ചു. മിക്കപ്പോഴും അത് 5 മിനിറ്റിനോടും അടുത്തായിരുന്നു. വിജയ് തൻ്റെ തിരഞ്ഞെടുപ്പ് റാലികളെ ഒരു സിനിമാ സെറ്റിൽ എന്ന പോലെ തന്നെയാണ് കണ്ടത്. പ്രസംഗത്തിനിടെ വരികൾ തെറ്റുകയോ വാക്കുകൾ കിട്ടാതെ വരികയോ ചെയ്താൽ ഒരു സിനിമാ ഷൂട്ടിൽ എന്ന പോലെ അദ്ദേഹം പ്രസംഗം നിർത്തുകയും മാപ്പ് പറയുകയും വീണ്ടും തുടങ്ങുകയും ചെയ്യുമായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പല നിരീക്ഷകരും ഇത് ശ്രദ്ധിച്ചിരുന്നു. വിജയ് പോലെ തന്നെ ടി.വി.കെയുടെ തരംഗവും നിശബ്ദമായിരുന്നു. അതിനാൽ തന്നെ എന്താണ് ജനവികാരമെന്ന് മനസ്സിലാക്കാൻ രാഷ്ട്രീയ നിരീക്ഷകർക്കും കഴിഞ്ഞിരുന്നില്ല. വിജയ് ഒരു ടെലിവിഷൻ അഭിമുഖം പോലും നൽകിയില്ല. കൂടാതെ ഓഫ് ദി റെക്കോർഡ് സംഭാഷണങ്ങൾക്കായി ചുരുക്കം ചില മാധ്യമപ്രവർത്തകരെ മാത്രമാണ് കണ്ടത്. ഒരുപക്ഷെ തനിക്ക് ആവശ്യമായ ശ്രദ്ധ നേരത്തെ തന്നെ ലഭിച്ചിട്ടുള്ളത് കൊണ്ടാകാം അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിശബ്ദനായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വ്യത്യസ്തനാകാനും വിജയ്ക്ക് സാധിച്ചിരുന്നു. പ്രചാരണ സമയത്ത് പലയിടത്തും വിജയ്ക്ക് പകരം ഹോളോഗ്രാമുകൾ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇതിനകം തന്നെ കുടുംബങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ആഴത്തിലുള്ള വൈകാരിക വിശ്വാസം കൂടി കെട്ടിപ്പടുത്തിരുന്നു. ആ വിശ്വാസം അദ്ദേഹം അധികം സംസാരിക്കാതെ അതൊക്കെ തന്നെയും വോട്ടുകളാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. 7.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനം ഭരിക്കാൻ ഭരണ നിപുണതയും സഖ്യകക്ഷികളെ ഒപ്പം കൊണ്ടുപോകാനുള്ള കഴിവും ഉദ്യോഗസ്ഥ വൃന്ദവുമായും മാധ്യമങ്ങളുമായും നിരന്തരമായ സമ്പർക്കവും എല്ലാം ആവശ്യമാണ്. വിജയ് കൊണ്ട് ഇതിനൊക്കെ സാധിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്.